അപ്പം വെൽക്കം ബാക്ക് ടു സാൻഫോർഡ് ട്രീറ്റ്. രശ്മി ഗോപിനാഥ്, വൺ ആൻഡ് ഓൺലി രശ്മി ഗോപിനാഥ്. ഇത് ഓർസോ പാസ്ത. ഇത് അവിടെ കൊണ്ടുവരണം കേട്ടോ. ഞാനൊന്ന് പാത്രത്തില് നെയ്യ് ഒഴിക്കാൻ പോവാ. ഒഴിക്കാല്ല, ഇടാൻ പോവാ. നെയ്യ് ഇടുന്ന കണ്ടിട്ടുണ്ടാ? ഒഴുകില്ലെങ്കിൽ ഇടണം. ഒഴുകി കഴിഞ്ഞാൽ ഒഴുകും. ഓക്കെ, അപ്പം ഈ നെയ്യ് ഉരുകുമ്പോ ഇതിലേക്ക് നമ്മൾ ഓർസോ പാസ്ത ഇടും. ഈ നെയ്യ് ഉരുകുമ്പോഴും നല്ല മണല്ലേ? നല്ല മണം. മതി. ഓക്കെ. അമ്പലപ്പുഴ പാൽപ്പായസം ഒരു കുടം ഉണ്ടാക്കണമെങ്കിൽ ഒരു പിടി അരി മതിയല്ലോ, അതെ അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത്രയും പാസ്ത കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. ഇത് മാസറേറ്റ് ഇപ്പോഴാണ് ആയത്, കണ്ടാ? എങ്ങനെ നല്ല രസമല്ലേ? ഇത്രയും നേരം ഞാൻ ചെയ്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കുമായിരുന്നു അല്ലേ? നമ്മളെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ആദ്യം നെയ്യ് ചൂടാക്കി അതിൽ വേവിച്ച ഓർസോ പാസ്ത ഇട്ടു, നന്നായിട്ട് വരട്ടി. അയലൊക്കത്തെ ആൾക്കാർക്ക് മനസ്സിലായി ഇവിടെ പായസം ഉണ്ടാക്കി വേണം. അതായത് നല്ല മണം വന്നു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഏലക്ക ഇട്ടു. ഏലക്ക ഒന്ന് ഇടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒന്നാം പാൽ, രണ്ടാം പാൽ, അതായത് നോർമൽ മിൽക്ക്, പിന്നെ അത് എവാപറേറ്റഡ് മിൽക്ക്, അത് തിളച്ചു. അതിനുശേഷം കണ്ടൻസ് മിൽക്ക്, അതിനുശേഷം അവസാനം ക്രീം പോയതിനു ശേഷം പവർ ഓഫ് ചെയ്തു. ഇന്ന് അഞ്ചാമത്തെ പാൽ എന്ന് പറഞ്ഞാൽ ജയ്പാലാണ്. അത് വേണ്ട. ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ, നാലാം പാൽ. ഓക്കെ, ഇനി അങ്ങനെ ചെയ്ത പായസം ഇങ്ങോട്ട് കൊണ്ടുവരാം. പായസം ചൂടോടെയാണോ തണുത്താണോ ഇഷ്ടം? ഒരു മീഡിയം, കുടിക്കാൻ പാകത്തിന് മീഡിയം, ഇളം ചൂട്. ഓക്കെ. സാക്ഷാൽ മലയാളി തന്നെയാണ്, ഒരു സംശയമില്ല. പായസം റെഡിയായി, മാസറേറ്റഡ് ബെറീസ് റെഡിയായി. ഇതുമായിട്ട് എന്താണ് ബന്ധം? ആ ബന്ധമാണ് നമ്മളിപ്പോ സ്ഥാപിക്കാൻ പോകുന്നത്. ബിക്കോസ് സാൻഫോർഡ് ട്രീറ്റിൽ ഉണ്ടാക്കുന്ന ഒരു പായസം വെറുതെ പോവില്ല. അതായത് ചുമ്മാ ഇങ്ങനെ കുടിച്ച് പോവില്ല. ഇറ്റ് ഹാസ് ടു ലുക്ക് അട്രാക്റ്റീവ് ഓൾസോ. സോ ടു ലുക്ക് അട്രാക്റ്റീവ് യു ഹാവ് ടു പ്രസന്റ് ഇറ്റ് അട്രാക്റ്റീവ്ലി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ കുറെ ജോക്ക് പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു 2 കോസ്റ്റ്യൂം ചേഞ്ച് കഴിഞ്ഞു, ഇനി ഒന്ന് ബാക്കിയുണ്ട്. അതിന് പോണതിന് മുമ്പ് നമ്മൾ ആകെ കൂടെ ഈ പായസമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ ഇന്ന്. ബിക്കോസ് ഇറ്റ്സ് വിഷുവിന്റെ സമയത്ത് നമ്മൾ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ കൊണ്ട് പറയാവുന്ന 2 വാക്കുകൾ എല്ലാ മലയാളിക്കും അറിയാം. വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വാക്കാണ്, ചെറിയ വാക്കാണ്. അതുപോലെ തന്നെ വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് നമ്മൾ പറയാറില്ലേ? വിഷ് യു എ ഹാപ്പി ഈദ്. ഇതാണെങ്കിൽ വിഷ് യു അല്ലേ? അതെ, അത് വിഷുദിനാശംസകൾ എന്ന് പറഞ്ഞാൽ. അല്ല, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വിഷു അല്ലേ? വിഷു. അപ്പൊ എല്ലാം ചോദിക്കുന്നത് അത് എളുപ്പമായി. ഫേസ്ബുക്കിൽ വേണ്ടി വിഷു ഇട്ടാൽ മതി. മാസറേറ്റഡ് ബെറി. ഇത് കഴിക്കാൻ ഭയങ്കര രസം. ഇത് കഴിച്ചോക്കണ്ടേ? രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ ബെറി ഒളിഞ്ഞു പോയി. ഇനി നമ്മൾ ഇതിന്റെ പുറത്ത് കുറച്ചുകൂടെ പായസം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ മാർഷ്മെലോസ് ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ വയ്ക്കും, അങ്ങിങ്ങായിട്ട്. എങ്ങനെ? അങ്ങിങ്ങായിട്ട് കണ്ടാ? ഇനി ഇതിനെ ഒന്ന് ബേൺ ചെയ്യാം. എന്തെങ്കിലും പരിപാടി കാണിക്കണ്ടേ? ഇതൊക്കെ ചെയ്താലല്ലേ ഒരു പുതുമ ഉണ്ടാവത്തുള്ളൂ. ദുബായിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന സാൻഫോർഡ് ട്രീറ്റിൽ ആദ്യമായിട്ട് മാർഷ്മെലോ ഇട്ട് ഉരുക്കിയ ഒരു പായസം റെഡിയായി. ഇനി ഇതിന്റെ പുറത്തൊരു ചെറി കൂടെ വെച്ച് കഴിഞ്ഞാൽ, ചെറി വയ്ക്കാതെ മലയാളിക്ക് സമാധാനം വരത്തില്ല, രാത്രി ഉറങ്ങാനും പറ്റില്ല. ഇതുപോലത്തെ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറി ആരും വെച്ചോ, സെയിം കളർ, മാച്ചിങ്. ഓക്കെ, സോ ഇന്ന് തന്നെ പോയി ചെറി വാങ്ങിക്കൂ. ഇന്ന് തന്നെ ഈ പായസം ഉണ്ടാക്കി നോക്കൂ. ഇന്ന് തന്നെ മാഷ്മെലോസ് വാങ്ങിക്കൂ. ഓർസോ മേടിക്കൂ. പറഞ്ഞ എല്ലാ സാധനങ്ങളും മേടിച്ചോളൂ. നിങ്ങൾ പോയി ഡ്രസ് ചെയ്ത് വന്നോളൂ. ഗോപിനാഥ് is going to come. I am excited to get some jokes from him. പോയിട്ട് ഹാപ്പി
ഹാപ്പി വിഷു ടു എവരിവൺ വാച്ചിങ് ദിസ് അമേസിംഗ് ഷോ കോൾ സാൻഫോർഡ് ട്രീറ്റ്. മലയാളത്തിൽ പറഞ്ഞോളൂ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഇത് ചെറിയ ചെറിയ ഡിഷസിൽ ഇരിക്കുന്ന സ്വീറ്റ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറുതാണെങ്കിലും വളരെ പവർഫുൾ ആണ്. ബിക്കോസ് സ്മോൾ തിങ്സ് കം ഇൻ അല്ല ബിഗ് തിങ്സ് കം ഇൻ സ്മോൾ പാക്കേജസ്. അതെ അതെ അതെ. പുള്ളി വന്നു. എന്നാ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങോട്ട് മാറിയിരിക്കാൻ പോകും. ഹലോ, ഹാപ്പി വിഷു. വരും വരും. ഓടിക്കളയല്ലേ, നിങ്ങളുടെ വീട് തന്നെയാണ്. ആര്? വൈഫ്. സാൻഫോർഡ് ട്രീറ്റ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് സ്വാഗതം. നമ്മുടെ ക്യാമറമാൻ, പ്രൊഡ്യൂസർ. വലിയ ടീമാണല്ലോ. വലിയ ടീമാണ്. വിഷുദിന ആശംസകൾ, കല്യാണത്തിന്റെ വാർഷിക ആശംസകൾ, അതല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ ദുബായിൽ ഒന്ന് ജീവിക്കുന്നതിന്റെ ആശംസകൾ. ആശംസകൾ മാത്രം ചൊരിഞ്ഞുകൊണ്ട് ഈ ഷോ സർപ്രൈസ് ഉണ്ടാവും. ഇരുന്ന് സംസാരിച്ചിരിക്കാം. വിഷുദിനമാണല്ലോ. അരിപ്പായസം പോലെ ഇരിക്കുന്നു അല്ലേ? ആരും പറയണ്ട, പുള്ളി തന്നെ കണ്ടുപിടിക്കട്ടെ കഴിച്ചിട്ട്. അല്ല, ഞാൻ അല്ലെങ്കിൽ ഒരു ഫുഡിയാണ്. ഇതൊരു പുഡിംഗ് പോലത്തെ സാധനമാണ്. കഴിച്ചിട്ട് പറയൂ, ഇത് എവിടെയാണ്? നാടൻ സാധനമാണോ വെളിനാടൻ സാധനമാണോ എന്താണെന്ന് പറയും. വിഷു അല്ലേ? അപ്പൊ ആദ്യം കൈനീട്ടം പറ്റല്ലേ? ദൈവമേ, ഞാൻ മൂത്തതല്ല. കൈനീട്ടം കൊടുക്കല നിങ്ങളും. ആരെങ്കിലും ഇതുപോലത്തെ ട്രാപ്പിൽ വീഴ്ക്കാൻ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് ട്രാപ്പിൽ വീഴരുത്. ബിക്കോസ് സോറി, അത് മൂത്തവരുടെ വായിച്ചാൽ മതി. അല്ല, സോറി, മൂത്തത് മാഷ്മെലോയാ കേട്ടോ. അതിനാ ബ്രൗൺ കളറായ. ഇതാണ് മാഷ്മെലോ. ഞാൻ ഇതുപോലത്തെ പല കേളിൽ നിന്നും ഊരിയാതാ. സോറി, ആ സൈസ് എടുക്കൂല. ട്രൈ ചെയ്യൂ. എനിക്ക് തരാൻ പറ്റുന്ന വിഷുക്കണിന്ന് പറഞ്ഞാൽ അതിലേക്ക് കഴിച്ചു നോക്കും. ഒരു സ്പൂൺ എക്സ്പ്രഷൻസ് ഇങ്ങോട്ട് പറയണം. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം, റൈസ് കുക്കർ. ഐശ്വര്യത്തിന്റെ പ്രതീകമായ അരി ഉണ്ടാക്കിയതാവും ചോറാവും. എല്ലാ ദിവസവും അടിപൊളിയായിട്ട് ചോറ്, പുലാവും. താങ്ക് യു സോ മച്ച്. കഞ്ഞി അല്ലാതെ ബാക്കി എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സാൻഫോർഡിന്റെ ഒരു റൈസ് കുക്കർ സമ്മാനം. ഓക്കെ അല്ലേ? ഗുഡ് ബ്രാൻഡ്. അതാണ് എന്റെ വിഷു കഴിഞ്ഞില്ല. സാൻഫോർഡ് ട്രീറ്റിൽ എനിക്ക് വിട പറയാൻ സമയമായി. ഈ ദമ്പതികളല്ലേ, നന്നായി എൻജോയ് ചെയ്ത് വിഷു കൊണ്ടാടിക്കോട്ടെ. നിങ്ങളും കൊണ്ടാടിക്കോളൂ. അടുത്ത ആഴ്ച ഞാനും വരും കൊണ്ടാടാനായിട്ട്. എന്തോന്ന് വിഷു അല്ല, വേറെ എന്തെങ്കിലും ഒക്കേഷൻ. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ഹാപ്പി വിഷു പറഞ്ഞോളൂ. കഴിച്ചോണ്ടിരിക്കും, തീർന്നിട്ടില്ല. നിങ്ങളുടെ ആഘോഷം ഇവിടെ തന്നെ കഴിയട്ടെ കേട്ടോ. ഞാൻ പോവാണ്. ബൈ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ. പ്രേക്ഷകരെ, you also take care so that you can watch every week after week Sanford Treat only on Media One with Chef Anil Kumar. Bye.